ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തില് 16:16 ഒരു പ്രവചനമാണ്. ജെറമ്യ 16:16 ഒരു പ്രവചനമാണ്. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ മീൻപിടുത്തക്കാരാരാ? അപ്പസ്തോലന്മാർ അല്ലേ? ആര്? മത്സ്യത്തൊഴിലാളികളല്ലേ? അല്ലേ? അതെ. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് തിരഞ്ഞെടുത്ത ഏതാനും മത്സ്യത്തെ പിടിക്കുന്ന കുറെ സാധാരണ മനുഷ്യർ. ഈ സാധാരണ മനുഷ്യര് യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്ന് അവര് ശക്തരായിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയിട്ട് സഹായകനെ അയക്കും. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിപ്പിക്കും. അല്ലല്ലോ? നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും, അനുസ്മരിപ്പിക്കും. സഹായകനായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്, പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. ത്രിയേക ദൈവം. അപ്പോൾ ത്രിത്വത്തിലെ മൂന്നാമനായ ദൈവം, മൂന്നാമത്തെ വ്യക്തിയായ ദൈവം. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതേക്കുറിച്ച് നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായ ദൈവമാണ്. ത്രിത്വത്തിലെ മൂന്നാമനായ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:16-17. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഉണ്ടോ? എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു. അവിടെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക, അവൻ അവൻ എന്ന 4 തവണ അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ, അവനെ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ അവൻ നിങ്ങളുടെ കൂടെ വസിക്കുന്നു. അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, അവൻ നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അവൻ, ഹി. ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ തന്നെ ഹി എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഹി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. ദൈവം അരൂപിയാണ്. ദൈവം അരൂപിയാണ്, ആത്മാവാണ്. പക്ഷെ ഈ ദൈവം എങ്ങനെ ഒരു വ്യക്തിയായിട്ട് മാറുന്നു? അതായത് പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങുമ്പോൾ, എൻ്റെ ഉള്ളിൽ ആത്മാവ് വസിക്കുമ്പോൾ എൻ്റെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവവും നശിപ്പിക്കും. യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. അരൂപിയായ ആത്മാവ് എൻ്റെ ഉള്ളിൽ വരുന്നു. എൻ്റെ ഉള്ളിൽ ആത്മാവ് വസിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായിട്ട് മാറുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ ഒരു വ്യക്തിയായിട്ട് ഇടപെടാൻ തുടങ്ങും, സംസാരിക്കും, നിർദ്ദേശങ്ങൾ നൽകും. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് എന്നെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തമായോ? പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവ് ദൈവം അരൂപിയാണ്. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ശരീരം ആരുടേതാണ്? ഈ ഭൂമിയിൽ ക്രിസ്തു മനുഷ്യനായി പിറന്നു. ക്രിസ്തുവിന്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു, എന്നിൽ
പാപമുണ്ട്. പക്ഷേ ഈ മനുഷ്യ ശരീരം തന്നെയാണ് യേശുവിൻ്റെ ശരീരം, അല്ലേ? വേദനിക്കുന്ന, വിശക്കുന്ന, ഓക്സിജൻ ശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു യേശു. യേശു ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ ദൈവമായിരുന്നു. ഒരേ സമയം മനുഷ്യൻ ദൈവമായിരുന്നു യേശു. ജോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാവസിച്ചു. യേശുവിൻ്റെ മേൽ ആത്മാവ് ആവസിച്ചു. ശരിയല്ലേ? ലൂക്ക 3:21. ജോർദാനിൽ സ്നാപകനിൽ വെച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ ആകാശം പിളർക്കപ്പെട്ടു, ആത്മാവിറങ്ങി യേശുവിൻ്റെ മേൽ അവിടെ ആവസിക്കണം. അവിടെ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമ്മൾ കാണുന്നത്. അതായത് യേശു ജോർദാൻ നദിയിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പിതാവിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ സംബന്ധിതനായിരിക്കുന്നു. അത് ത്രിയേക ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അവിടെ സംഭവിക്കണം, ത്രിത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ. അപ്പോൾ യേശുവിൽ വന്ന് വസിച്ച പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ ചെയ്യാൻ യേശു ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയുമാണ് നിയമിച്ചാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള അഭിഷേകവും അധികാരവും ശക്തിയുമെല്ലാം പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ക്രിസ്തു എന്തൊക്കെ ചെയ്തോ അതൊക്കെ എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ അവൻ ചെയ്യുമെന്ന് അവൻ പറയുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ സാധിക്കും. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ ആ വ്യക്തിയിലൂടെ ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും നടക്കും. ഹല്ലേലൂയ. അത് നമ്മൾ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. അവിടെ നമ്മൾ വചനം കണ്ടു, അവൻ നമ്മോടൊത്ത് വസിക്കുന്നു, നമ്മിലായിരിക്കുന്നു, നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവ്. ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളതുകൊണ്ട് പിതാവും യേശുവും എൻ്റെ ഉള്ളിലുണ്ട്. ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അരൂപിയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാ ദൈവം അരൂപിയാണ്. അരൂപിയായ ദൈവം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. യേശുവിനെ നമ്മിൽ ജനിപ്പിക്കുന്നത്, നമ്മൾ വളർത്തുന്ന, രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവം. എല്ലാം ചെയ്യുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:26. യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ വേദോട ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാറ്റഗിസത്തെ കാത്തിരിച്ച് പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇത് വ്യക്തിയായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായിട്ട് എൻ്റെ ശരീരം മാറുന്നു. എൻ്റെ മനസ്സിൻ്റെ, ബുദ്ധിയുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം, പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം.
അത് നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവം ഏറ്റെടുക്കണം. നമ്മെ നയിക്കുന്നത്, നമ്മെ വഴി നടത്തുന്നത് എല്ലാം പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ആത്മാവിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ളതിന്റെ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ അനേക തവണ യേശു പരിശുദ്ധാത്മാവിനെ അവൻ അവൻ എന്നാണ് പറയുന്നത്. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധ്യപ്പെടുത്തും. 7-ാമത്തെ വചനം ഉണ്ടോ? അവൻ വന്ന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. 12 വചനങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അടുത്ത വചനങ്ങൾ നോക്കൂ. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ ആരാണ്? പരിശുദ്ധാത്മാവ് സ്വമേധയാ സംസാരിക്കത്തില്ല. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. പിതാവും യേശുവും പറയുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനുള്ള കാര്യങ്ങൾ, ഭാവി അവൻ നിങ്ങളെ അറിയിക്കും. ഇന്നലകളും ഇന്നുകളും നാളുകളൊക്കെ അവൻ അറിയിക്കും. അവൻ എനിക്കുള്ളവെന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അവിടെയും പറയുന്നു അവൻ. അടുത്തത്, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. യേശു പറയുക, അവൻ പരിശുദ്ധാത്മാവ് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവെന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈ വചനഭാഗത്ത് 8 തവണ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 8 തവണ യേശു പരിശുദ്ധാത്മാവിനെ അവൻ 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 എന്നാണ് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ഇലക്ട്രിസിറ്റി പോലെ അല്ലെ കൊടുങ്കാറ്റ് പോലെ ആണോർജം പോലെ ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഹീസ് എ പേഴ്സൺ, ഹീസ് എ മൈറ്റി ഗോഡ്. പരിശുദ്ധാത്മാവ് ശക്തനായ ദൈവം. യേശുവിനെ പോലെ ശക്തനായ ദൈവം, പിതാവിനെ പോലെ ശക്തനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. അങ്ങനെ വസിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കണം. ആത്മാവിലും മനസ്സിലും ഒക്കെ ശരീരത്തിലൊക്കെ വിശുദ്ധി വേണം. നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിച്ചാലേ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വ്യഭിചാരം, മദ്യപാനം, തോന്നിവാസി വിധം അശുദ്ധിയിൽ ജീവിക്കുന്നവരിൽ വ്യക്തിയായ പരിശുദ്ധാത്മാവിന് വസിക്കുക അസാധ്യമാണ്. വ്യക്തിയായ പരിശുദ്ധാത്മാവ്, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ആ വ്യക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഞാൻ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും പരിശുദ്ധിയുള്ള വ്യക്തിയായിരിക്കണം. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധി ഉള്ളവരിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഒരധ്യായമുള്ള ഒരു ലേഖനമുണ്ട്, യൂദാസ് എഴുതിയ ലേഖനം. ഒറ്റ അധ്യായമേ ഉള്ളൂ. 1 അധ്യായത്തിന്റെ 18-19 വചനങ്ങൾ. തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. കണ്ടോ? അധമ വികാരങ്ങൾക്ക്, അശുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യർ വരും. പരദൂഷകർ അവസാന നാളുകൾ വരും. അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകിക മനുഷ്യരുമാണ്. ഉള്ള ആസക്തിയും വ്യഭിചാരവും മദ്യപാനവും തോന്നിവാസത്തിലൊക്കെ ജഡികതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ, ഒരു മനുഷ്യ വ്യക്തിയിൽ പരിശുദ്ധാത്മാവായ ത്രിത്വത്തിലെ മൂന്നാമനായ വ്യക്തിയായ പരിശുദ്ധാത്മാവ് വസിക്കുക ദുർവഹമാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടാകും. അവർ പരിശുദ്ധാത്മാവില്ലാത്തവരും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സാംസൺ എന്ന ദൈവത്തിന്റെ ന്യായാധിപൻ. ന്യായാധിപനുടെ പുസ്തകം 16, 17, 18 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സാംസൺ വലിയ ദൈവശക്തിയുടെ മനുഷ്യനായിരുന്നു. ഈ സാംസണ് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 3 സ്ത്രീകളുടെ പാപം ചെയ്തിട്ടുണ്ട്. 3 സ്ത്രീകളോടൊപ്പം പാപം ചെയ്തിട്ടുണ്ട്. നാസിർ വ്രതക്കാരനായിരുന്നു. പക്ഷേ ഏറ്റവും അടുപ്പം ദലീല എന്നൊരു സ്ത്രീയായിരുന്നു. പിന്നെ മറ്റു 2 സ്ത്രീകൾ സ്വരുണികളോടെ സാംസൺ ശയിച്ചു എന്ന് വചനം പറയുന്നു.
നാസിർ വ്രതക്കാരനായിട്ട് ജീവിക്കേണ്ട സാംസണ് ഇതാ ദലീലായുടെ കൂടെ മദ്യപിച്ച് ലഹരിയൊക്കെ വീഞ്ഞു കുടിച്ച് ലഹരിയിൽ അവിടെ കൂടെ ശയിച്ചു, അവിടെ കൂടെ കിടക്കുമ്പോൾ ഈ രഹസ്യം സാംസൺ തുറന്ന് പറയുന്നു. ആ രഹസ്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ ദലീല സാംസന്റെ മുടിച്ചുരുടുകൾ 7 മുടിച്ചുരുടുകൾ മുറിച്ചു മാറ്റി. അപ്പോൾ ശക്തി പോകുന്ന പറഞ്ഞു. ആ മുടിച്ചുരുടുകൾ മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ അടുത്ത വചനം പറയുന്നു, സാംസണിൽ നിന്ന് കർത്താവിന്റെ ശക്തി വിട്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് സാംസനെ വിട്ടുമാറുകയാണ്. വ്യഭിചാരത്തിലും സ്വയംഭോഗത്തിലും സ്വർഗഭോഗത്തിലും മദ്യപാനത്തിലും അധമ വികാരങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുക അസാധ്യമാണ്. സാംസണിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ ശരീരം പരിശുദ്ധമാണ്, നിർമ്മലമാണ്. അത് നിർമ്മലമായി പരിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഈ ശരീരത്തിൽ ജഡിക പാപങ്ങൾക്ക് ഇടം കൊടുക്കരുത്. ജഡത്തിന്റെ പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെടരുത്. കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ വേണം. കാരണം നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമായ ശരീരം മദ്യപിക്കാനും പുകവലിക്കാനും വ്യഭിചരിക്കാനും സ്വയംഭോഗത്തിനും അശുദ്ധിക്കും തോന്നിവാസത്തിനുള്ള ശരീരമല്ല ഇത് പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. ഇത് പരിശുദ്ധാത്മാവിന് അവകാശപ്പെട്ട ഈ ശരീരം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.